കാസർഗോഡ് ജില്ലയിലെ പൊതുവിദ്യാലയങ്ങളിൽ നടപ്പാക്കാൻ ശ്രമിക്കുന്ന ആശയപരമായ കടന്നുകയറ്റവും കാവ്യവൽക്കരണ അജണ്ടകളും വീണ്ടും വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെക്കുന്നു. ജില്ലയിലെ LP വിഭാഗം വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച ഫ്രീഡം ക്വിസ് മത്സരത്തിനായി തയ്യാറാക്കിയ ചോദ്യാവലി VD സവർക്കറെ അനാവശ്യമായി പുകഴ്ത്തുകയും ചരിത്രത്തെ തിരുത്തി എഴുതുകയും ചെയ്യുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും ഉൾപ്പെടുത്തിയതാണ് സംസ്ഥാനത്തുടനീളം ശക്തമായ രാഷ്ട്രീയ പ്രതിഷേധത്തിന് ഇടയാക്കിയിരിക്കുന്നത്. കാസർഗോഡ്, കുമ്പള, മഞ്ചേശ്വരം ഉപജില്ലകളിലെ സ്കൂളുകളിലേക്ക് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഔദ്യോഗിക സംവിധാനങ്ങൾ വഴി വിതരണം ചെയ്ത ട്രൈബേക്കർ ചോദ്യാവലിയിലാണ് ഏറെ വിവാദപരമായ പരാമർശമുള്ളത്. ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് ഏറ്റവും കൂടുതൽ ശിക്ഷ ലഭിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആര് എന്ന ചോദ്യത്തിന് VD സവർക്കർ എന്നാണ് ചോദ്യാവലിയിൽ നൽകിയിരിക്കുന്ന ഔദ്യോഗിക ഉത്തരം. ബ്രിട്ടീഷ് ഭരണകൂടത്തിന് മുന്നിൽ ആവർത്തിച്ച് മാപ്പപേക്ഷ സമർപ്പിക്കുകയും പെൻഷൻ കൈപ്പറ്റുകയും ചെയ്ത ചരിത്ര പശ്ചാത്തലമുള്ള സവർക്കറെ ഭഗത് സിംഗും സുഭാഷ് ചന്ദ്രബോസും മഹാത്മാഗാന്ധിയും അടക്കമുള്ള ആയിരക്കണക്കിന് യഥാർത്ഥ പോരാളികളെ തഴഞ്ഞ് ഏറ്റവും കൂടുതൽ ശിക്ഷ അനുഭവിച്ച വീരനായി ചിത്രീകരിക്കുന്നത് സംഘപരിവാർ അജണ്ടകളുടെ ഭാഗമാണെന്നാണ് ഇടതു മതേതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അധ്യാപക സംഘടനകളും കടുത്ത ഭാഷയിൽ വിമർശിക്കുന്നത്. വിദ്യാഭ്യാസ മേഖലയെ കേവലം ഒരു രാഷ്ട്രീയ പ്രചരണ കേന്ദ്രമാക്കാനും പാഠ്യപദ്ധതിക്ക് പുറത്ത് വർഗീയ വിഭജന ആശയങ്ങൾ കുത്തിവെക്കാനും ചില അധ്യാപകരും ഉദ്യോഗസ്ഥരും ബോധപൂർവം ശ്രമിക്കുകയാണെന്ന ആരോപണം ഇതോടെ ശക്തമായിട്ടുണ്ട്. മഞ്ചേശ്വരം, കുമ്പള, കാസർഗോഡ് ഉപജില്ലകളിലെ സോഷ്യൽ സയൻസ് ക്ലബ്ബ് അസോസിയേഷന്റെ ചുമതലയുള്ള അധ്യാപകർ ചേർന്ന് തയ്യാറാക്കിയ ചോദ്യശേഖരം ഉപജില്ലാതല പരിശോധനകൾക്ക് വിധേയമാക്കാതെ സ്കൂളുകളിലേക്ക് എത്തിച്ചതിൽ മേലധികാരികളുടെ ഗുരുതരമായ നിഷ്ക്രിയത്വവും പങ്കും വ്യക്തമാണെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. സംഭവം വലിയ വാർത്തയാവുകയും രാഷ്ട്രീയമായി കൊടുങ്കാറ്റ് അഴിച്ചുവിടുകയും ചെയ്തതോടെ പ്രതിരോധത്തിലായ വിദ്യാഭ്യാസ വകുപ്പ് അടിയന്തര നടപടിയിലേക്ക് കടന്നിരിക്കുകയാണ്. കാസർഗോഡ് ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ സംഭവത്തിൽ കാസർഗോഡ്, കുമ്പള, മഞ്ചേശ്വരം AE ഓമരോട് അടിയന്തര അന്വേഷണം നടത്തി സമഗ്ര റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ചോദ്യശേഖരം തയ്യാറാക്കിയവർക്കെതിരെയും ഇതിന് മേൽനോട്ടം വഹിക്കുന്നതിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെയും വകുപ്പ് തല അച്ചടക്ക നടപടികൾ ഉണ്ടാകുമെന്ന് അധികൃതർ ഉറപ്പു നൽകിയിട്ടുണ്ടെങ്കിലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നടപ്പാക്കുന്ന തരത്തിലുള്ള ചരിത്ര പുനർവായന കേരളത്തിലും അടിച്ചേൽപ്പിക്കാനുള്ള നീക്കങ്ങൾക്കെതിരെ ശക്തമായ ബഹുജന പ്രതിഷേധം തുടരാനാണ് പ്രതിപക്ഷത്തിന്റെയും മറ്റ് പുരോഗമന പ്രസ്ഥാനങ്ങളുടെയും തീരുമാനം.